ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒരു ലൈക്കും ഒരു ഹൈപ്പും തന്നിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതി, മീരയും ആന്റണിയാണ് കേട്ടോ. അപ്പൊ ആന്റണീനെ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ആന്റണി ചെയ്യാൻ നോക്കിയിട്ട് പറ്റിയില്ല. അത് മാത്രമല്ല, നമ്മുടെ ആന്റണിക്ക് ശ്രുതിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അങ്ങനെ ശ്രുതിക്കും ആന്റണിയോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ അതിനുവേണ്ടി അവര് രണ്ടുപേരും വന്നിരിക്കുക. അങ്ങനെ നമ്മുടെ ശ്രുതി ചോദിച്ചു, CCTV ഫുട്ടേജ് കിട്ടിയോ? ഏയ് ഇല്ല, പോലീസ് ആവശ്യപ്പെട്ടാൽ മാത്രമേ കൊടുക്കത്തുള്ളൂ, മറ്റാർക്കും കൊടുക്കത്തില്ലെന്നാ അവിടുത്തെ മാനേജർ പറഞ്ഞത്. ഓ, നിങ്ങൾ തന്ത്രപരമായിട്ട് സംസാരിച്ച് മേടിക്കണമായിരുന്നു. എങ്ങനെ സംസാരിച്ചിട്ടും കാര്യമില്ല. രേവതി ചോദിച്ചിട്ട് പോലും അവര് കൊടുത്തില്ല. രേവതി ചോദിച്ചെന്നോ? എന്താ ആന്റണി പറയുന്നത്? അല്ല, രേവതിക്ക് എന്തിനാ ആ വീഡിയോ? ഓ, എന്റെ പൊന്നു ശ്രുതി, അത് എന്തിനാണെന്ന് ഊഹിക്കാന്നുള്ളതല്ലേ ഉള്ളൂന്ന് മീര. അപ്പോഴത്തേക്ക് ശ്രുതി ചോദിച്ചു, അല്ല നിങ്ങൾ രേവതി കണ്ടായിരുന്നോ? ഏയ്, രേവതി കണ്ടൊന്നുമില്ല, അവളുടെ അമ്മയും അനീത്തിയൊക്കെ കണ്ടായിരുന്നു. അപ്പൊ പിന്നെ അവര് രേവതിയോട് പറയും, അവള് വീട്ടിലും പറയും. ആകെപ്പാടെ പ്രശ്നമായല്ലോ. എന്തിനാ ആന്റണി അവരുടെ മുമ്പിൽ ചെന്ന് ചാടിയത്? ഇതൊക്കെ ശ്രദ്ധിക്കണ്ടായിരുന്നോ? ക്ഷേത്രത്തിന്റെ മുമ്പിലല്ലേ അവരുടെ പൂക്കട. പിന്നെ അവരെ കാണാതെ പോകണമെങ്കിൽ രാത്രി പോകണം. അപ്പൊ ക്ഷേത്രം അടയ്ക്കത്തില്ലേ? ഇതിപ്പോ വല്ലാത്ത കഷ്ടമായി പോയല്ലോ, കൂനുമേ കുരു എന്ന്. അതെ, പോലീസ് മുഖേന നീ CCTV ഫുട്ടേജ് മേടിച്ചിട്ട് എനിക്കിതാ, ഞാൻ ആ ഫ്രോഡിനെ കണ്ടെത്തി ക്യാഷ് മേടിച്ചു തരാം. അതാ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആന്റണി അങ്ങ് പോവാണ് കേട്ടോ. ഏതായാലും ആന്റണി പോയി. ആകെപ്പാടെ ശ്രുതിക്ക് എല്ലാ കുഴപ്പമാ. തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന. അങ്ങനെ ആന്റണി പോയതിനു ശേഷം ഇനി എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതിയും മീരയും കൂടെ ചേർന്ന്. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ മാനേജർ എന്ന് പറഞ്ഞില്ല, മാനേജർ അല്ലാട്ടോ. അതായത് ആദ്യം തുടങ്ങിയപ്പോ പറഞ്ഞായിരുന്നു അതായത് CCTV ഫുട്ടേജ് മാനേജറിനോട് ആവശ്യപ്പെട്ടെന്ന്. മാനേജർ അല്ല, സോറി, തന്ത്രിയോടെ. ഏതായാലും ഈ സമയത്ത് നമ്മുടെ മീര പറയാണ്, അതെ, പോലീസിന് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പൊ പോലീസിനോട് CCTV ഫുട്ടേജ് മേടിക്കാൻ നിനക്ക് പറയത്തില്ലേ ശ്രുതി? പറയാ. ക്യാഷ് അടിച്ചു മാറ്റിയ ഫ്രോഡിനെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണം മീരെ. അത് കണ്ടെത്തിയാൽ എനിക്കൊരു സമാധാനം ഉള്ളൂ എന്ന്. ഏതായാലും ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ഉണ്ടല്ലോ, കഞ്ഞിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഭയങ്കര ഊതലും പറക്കലും ഒക്കെയാണ് കഞ്ഞി ഇടുന്നതിന്റെ ആ ഒരു തിരക്കിൽ. അടുപ്പിലാണ് കഞ്ഞി ഇടുന്നത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വർഷം വന്നിട്ട്, ഇതെന്താ ചേച്ചി? ഇത് കൊള്ളാലോ, പാചകമൊക്കെ ഇപ്പം വിറകടുപ്പിലാക്കിയോ? അത് കൊള്ളാലോ. അത് പിന്നെ വലിയ രാജ്യത്ത് യുദ്ധം നടക്കുമ്പോ നമുക്കല്ലേ മോളെ കിടക്കപ്പുറത്ത് ഇല്ലാത്തത്. ഗ്യാസിന്റെ പരിവം കണ്ടിട്ടാണെങ്കിൽ അത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാകത്തുള്ളൂ. അവര് വരുന്നോണ്ടാണെങ്കിൽ കുറച്ച് കൂടുതൽ ഇടേണ്ട വന്നു, അരി കുറച്ച് കൂടുതൽ ഇടേണ്ടി വന്നത് കൊണ്ട് വിറകിലാക്കാന്ന് കരുതി. അതേതായാലും കൊള്ളാം, നന്നായി എന്നൊക്കെ ഇങ്ങനെ പറയണേ. ഏതായാലും ഈ സമയത്ത് രേവതി തിരക്ക് പിടിച്ച അരി കഴുകലും പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കാം. അപ്പൊ നമ്മുടെ വർഷം എന്നിട്ട് നമ്മുടെ രേവതിയോട് പറഞ്ഞു, അത് പിന്നെ ചേച്ചിക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നു? പിന്നെ അവര് ഉച്ചഭക്ഷണം കഴിക്കാൻ വരില്ലേ, അപ്പൊ പിന്നെ പെട്ടെന്ന് ഇതൊക്കെ ഉണ്ടാക്കണ്ടേ? അല്ല, ഞാൻ സഹായിക്കണമോ? വേണ്ടേ, കയ്യിൽ 10 വിരലുണ്ടാകുന്നത് തന്നെയാട്ടോ ഭംഗി എന്ന് ചിരിച്ച് ഒരു തമാശയോടൊക്കെ കൂടി ഇങ്ങനെ പറയാ രേവതി. അപ്പൊ വർഷ പറഞ്ഞു, അത് രാവിലെ എണീറ്റ് പൂ മേടിക്കാൻ വേണ്ടി മാർക്കറ്റിൽ പോകുന്നു, അത് മാല കെട്ടി നാട് മുഴുവൻ വിൽക്കാൻ പോകുന്നു, മണ്ഡപത്തിൽ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നു, അതിനിടയിൽ വീട്ടിലെ എല്ലാ ജോലിയും ചെയ്യുന്നു, ഞങ്ങൾക്ക് ആർക്കും ഒരു കുറവും വരുത്തുന്നില്ല. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചേച്ചി? എനിക്ക് അത്ഭുതമായിട്ട് തോന്നുന്നു കേട്ടോ. അത് രാവിലെ മുതൽ രാത്രി വൈകുന്നത് വരെ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നു. ടയേർഡ് ആവത്തൊന്നുമില്ലേ? ടയേർഡൊക്കെ ആകും, ഞാനും മനുഷ്യൻ തന്നെയല്ലേ. പക്ഷേ അത് ശീലമായി പോയി വർഷേ. അതുകൊണ്ട് എനിക്കിത് വലിയ പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഇത് വലിയൊരു കഠിനമായ ജോലി ആയിട്ടോ ഒന്നും തോന്നുന്നില്ല. വീട്ടിലാകുമ്പോഴേ എല്ലാ ജോലിയും ഞാനും അമ്മയും ദേവും കൂടെ ചെയ്യും. 2 ക്യാഷ് സമ്പാദിക്കാൻ പകലന്തിയോളം പുറത്തുപോയി ജോലി ചെയ്യണം. വീട്ടില് ഭക്ഷണം അടക്കം വേറെ ജോലികളും ഉണ്ട്, അതും ചെയ്യണം. ശരിക്കും പറഞ്ഞാലേ ഈ നാട്ടിലെ എന്നെ പോലെയുള്ള പെണ്ണുങ്ങളാ ഏറെയുള്ളത്. പുറത്തു പണി അകത്തു പണി. അതേ ചേച്ചി, നിങ്ങളൊക്കെ വിഷമം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. ആരെങ്കിലും കണ്ടാലും കാണാത്ത പോലെ പോകും. അങ്ങനത്തെ കാലമായത്. എനിക്ക് സത്യം പറഞ്ഞാലേ ബാക്കിയുള്ളവരോടൊക്കെ ദേഷ്യം തോന്നുക. പിന്നെ ചേച്ചി എന്തിനാ ഈ വീട്ടിലെ എല്ലാ ജോലിയും കൂടെ ചെയ്യാൻ തുടങ്ങുന്നത്? നമുക്ക് ഇവിടെ സെർവന്റിനെ വെച്ചാലോ? വെസ്റ്റ്, അതൊന്നും ഇവിടെ നടക്കില്ല. അമ്മ അതിനൊന്നും സമ്മതിക്കത്തില്ല. എന്തുകൊണ്ട് സമ്മതിക്കത്തില്ല? അതിനെന്താ കാരണം? വേലക്കാരി വെച്ചാലേ ശമ്പളം കൊടുക്കേണ്ടി വരില്ലേ? ആ ശമ്പളം ലാഭിക്കാലോ. ഇവിടെ ശമ്പളം വാങ്ങിക്കാതെ ജോലി ചെയ്യുന്ന വേലക്കാരിയില്ലേ ഈ രേവതി? ചേച്ചി, അത് പിന്നെ എന്താ ചേച്ചി പറയുന്നത്? എനിക്ക് വിഷമമൊന്നുമില്ല മോളെ. അമ്മയുടെ കണ്ണിലെ ഞാൻ ഈ വീട്ടിലെ
വേലക്കാരി തന്നെയാ, അങ്ങനത്തെ ഒരുത്തിയാ. വെറും വേലക്കാരുടെ സ്ഥാനം മാത്രമേ എനിക്ക് ഈ വീട്ടിലുള്ളത്. വിഷമമൊന്നുമില്ല. പിന്നെ ഈ വിഷമം ഇല്ല എന്ന് പറഞ്ഞാലും ചെറിയൊരു വിഷമമുണ്ട്. പിന്നെ ഈ വേലക്കാരിയുടെ ഈ ഭക്ഷണമൊക്കെ വടക്കേപ്പുറത്താ. ഇവിടെ നേരെ തിരിച്ച് തന്നെ അകത്തിരുന്ന് കഴിക്കാനൊക്കെ സമ്മതിക്കുന്നുണ്ടല്ലോ. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം എന്ന് പറഞ്ഞിട്ട് രേവതി അങ്ങ് പോവാണ് കേട്ടോ, കുറെ പച്ചക്കറിയൊക്കെ വാരി കഴുകി പറക്കാനായിട്ട്. അപ്പൊ പുറകെ വീണ്ടും നമ്മുടെ വർഷ ചെല്ലുക രേവതിയുടെ കൂടെ. എന്നിട്ട് പറഞ്ഞു, അവരങ്ങനെ കാണുന്നുണ്ടെങ്കിൽ അത് തെറ്റേ ചേച്ചി. ചേച്ചി ഈ വീട്ടിൽ വെറുതെ ഇരിക്കുന്നവളല്ലല്ലോ, സ്വന്തമായിട്ട് ജോലി ചെയ്യ്. ഞങ്ങളെ പോലെ തന്നെ ഈ വീട്ടിലെ ചെലവിനുള്ള ക്യാഷ് കൊടുക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ അമ്മയോട് ചെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അതെന്തുകൊണ്ട് പറയാൻ പറ്റില്ല? ദേ, എന്നോടാണ് ഇങ്ങനെ പെരുമാറുന്നത് എങ്കിലേ ഞാൻ വേണ്ടത് അപ്പൊ തന്നെ കൊടുത്തേനെ. ഞാൻ സംസാരിക്കാൻ ആന്റിയോട് എന്നൊക്കെ പറഞ്ഞ് അകത്ത് കയറി പോകുന്നുണ്ടെങ്കിപ്പോഴത്തേക്കും വർഷം നീ പോവല്ലേ, എന്തിനാ വെറുതെ നീ സംസാരിക്കാൻ നിൽക്കുന്നത്? അതെന്താ ചേച്ചി, ഞാൻ പോയി പറഞ്ഞാല്, നീ പോയി പറഞ്ഞാലേ അമ്മ നിന്നെ ഒന്നും പറയത്തില്ല. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിന്നോടുള്ള ദേഷ്യം എന്നോട് തീർക്കും. എന്തിനാ വെറുതെ, അല്ലെങ്കിൽ തന്നെ എന്നെ വഴക്ക് പറയാൻ ഒരു കാരണം കിട്ടാൻ കാത്തിരിക്കാം. അതിന്റെ പുറമെ ഈ ഒരു കാരണം കൂടെ കണ്ടുപിടിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ടോ മോളെ? വേണ്ടെന്നേ. ക്യാഷ് ഉള്ള വീട്ടിൽ നിന്ന് ഞാൻ വന്നിരുന്നതെങ്കിൽ നിങ്ങളെ കാണുന്നത് പോലെ അമ്മ എന്നെയും കണ്ടേരെ, എന്നെയും സ്നേഹിച്ചേനെ. എന്റെ അച്ഛനും അമ്മയും ക്യാഷ് ഇല്ലാത്തവരായി പോയില്ലേ, അതുകൊണ്ടാണെന്നേ അവരെന്നെ ഇപ്പൊ ഇങ്ങനെ കാണുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും കിച്ചണിലേക്ക് ഓരോ പണിയൊക്കെ ചെയ്യുന്നതിന്റെ ഇടയിലാണ് കേട്ടോ ഇതൊക്കെ നമ്മുടെ രേവതി പറയുന്നത്. പണി ചെയ്യാതിരിക്കുന്നൊന്നുമില്ല. വർഷയാണെങ്കിൽ രേവതിയുടെ പുറകെ ഇങ്ങനെ നടന്ന് എല്ലാം കേട്ടോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ വർഷ പറഞ്ഞു, ക്യാഷ് ഇല്ലാത്തത് എന്താ, അതൊരു കുറവാണോ ചേച്ചി? അങ്ങനെ കരുതല്ലേ, ഈ വീട്ടിലെ എല്ലാവരും ഈക്വല് തന്നെയാ. ഞാൻ എന്റെ സ്വന്തം ചേച്ചിയെ പോലെയാ ചേച്ചിനെ കാണുന്നത്. അതെനിക്ക് അറിഞ്ഞൂടെ മോളെ? നീ അത് പറയേണ്ട ആവശ്യമുണ്ടോ? എനിക്കും ശ്രീകാന്തിനും ഞാൻ സ്വന്തം ചേച്ചി തന്നെയാ. ഇവിടുത്തെ അച്ഛന് സ്വന്തം മകളും. പിന്നെ എന്റെ സച്ചേട്ടന്റെ കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞാനെന്ന് വെച്ച ജീവന്റെ ജീവനാ. പക്ഷേ അമ്മയ്ക്ക് ഞാനിപ്പോഴും മരുമകളല്ല. എന്നെ അമ്മ ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല. ഇനി അത് കാണൂന്നും എനിക്ക് തോന്നുന്നില്ല. എന്നെങ്കിലും എന്നെ കാണുമായിരിക്കും മോളെ. എനിക്ക് അങ്ങനെ വിശ്വസിക്കാമോ? ഒന്ന് വീണു പോയാലേ എണീപ്പിക്കാനേ ഈ കൂട്ടുവെച്ച സമ്പാദ്യത്തിനൊന്നും ആവത്തില്ലല്ലോ. അതിന് ഒരു കൈത്താങ് തന്നെ വേണ്ടേ? ആ കൈത്താങ് ചിലപ്പം ഞാനായിരിക്കും. അമ്മയ്ക്ക് അറിയില്ലല്ലോ അത്. അമ്മ അങ്ങനെയല്ലല്ലോ പ്രവർത്തിക്കുന്നത്. അമ്മ എന്നെങ്കിലും ഒരിക്കല് ഇത് മനസ്സിലാക്കുമായിരിക്കും അല്ലേ? നോക്കിക്കോ, അമ്മ മനസ്സിലാക്കും. അന്ന് എന്റെ അമ്മ മരുമകളായിട്ട് സ്വീകരിക്കും. ഓ, എങ്കിലും ചേച്ചിക്ക് ദേഷ്യമൊന്നും വരുന്നില്ലേ ഇങ്ങനെ ആന്റി പെരുമാറുമ്പോ? ദേഷ്യം വരുന്നില്ലേന്നോ? ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ചന്ദ്ര വന്നിട്ട് ഡീ എന്ന് പറഞ്ഞു വിളിച്ചു. രേവതി ഞെട്ടിപ്പോയി, വർഷയും ഞെട്ടിപ്പോയി. എന്നിട്ട് ചന്ദ്ര വന്നിട്ട്, എന്താണ് ഇവിടെ ചെയ്യുന്നത്? ആഹാ, ഇത് വെജിറ്റബിൾ രേവതി ചേച്ചി കട്ട് ചെയ്തത് കണ്ടൂടെ അമ്മയ്ക്ക്? അല്ലാതിക്ക് കണ്ണടച്ചു പോയെങ്കിലേ പോയി കണ്ണട വെക്ക്. ഓ, അതിന്റെ ആവശ്യമൊന്നുമില്ല എനിക്ക്. എന്തിനാടി ഇത്ര പച്ചക്കറി? ഇവരെ കല്യാണം നടത്താൻ പോകുന്നുണ്ടോ? കല്യാണത്തിന് മാത്രമേ സദ്യ ഉണ്ടാക്കാൻ പാടുള്ളന്നുണ്ടോ? എന്നാ പാടുന്നുണ്ടോന്നോ? അതെ, ഇന്നിവിടെ ഗസ്റ്റ് ഉണ്ട്. ഗസ്റ്റോ? ഏത് ഗസ്റ്റ്? അത് പിന്നെ സച്ചേട്ടന്റെ കൂടെ രണ്ടുപേരും കൂടി വരുന്നുണ്ട്. ആരെ അവൻ കൂട്ടിക്കൊണ്ട് വരുന്നേ? ഇതേ എന്റെ വീടാ. എന്റെ വീട്ടില് ആരെങ്കിലും കൂട്ടിക്കൊണ്ട് വരാൻ എന്റെ അനുവാദം ചോദിക്കണം. അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു, അങ്ങനെ കണ്ടവരൊന്നും അല്ല, മലേഷ്യയിൽ നിന്ന് വന്നവരാ. സച്ചേട്ടന്റെ വീട്ടിലാ എല്ലാവരും. അവരൊക്കെ ട്രിപ്പൊക്കെ പോകുന്നത്. ഓ, പിന്നെ സോപ്പിങ് വീണ്ടും മാറി മാറി കാറില് ട്രിപ്പ് വിളിക്കാൻ വേണ്ടി ആയിരിക്കുമല്ലേ നീ അവരെയൊക്കെ സോപ്പിടുന്നത്? ഇത് ഹോട്ടലൊന്നും അല്ല. ആണോ? ഇത് ഹോട്ടലല്ലേ അമ്മേ? ഹോട്ടലല്ല. അത് പിന്നെ ഞാൻ സച്ചേട്ടനോട് ചോദിച്ചിട്ട് അമ്മയോട് എല്ലാ മറുപടിയും പറയാന്ന് പറഞ്ഞിട്ട് അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അരി നോക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്ര, അവളുടെ ഒരു സദ്യ, ഇതൊന്നും ഇവിടെ നടക്കത്തില്ല, ഇതൊക്കെ അവളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണോ? അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ പറഞ്ഞു, ഇതൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. നീ മിണ്ടി പോകരുത്, ഈയിടെയായിട്ട് നിനക്ക് കുറച്ച് ഇളക്കം കൂടുതലാ. ഓ, ആന്റിയുടെ ഇളക്കാൻ കണ്ടും കേട്ടും എന്റെ പിരിവെട്ടിയ അവസ്ഥ ഇപ്പം. ഇനി അങ്ങാണോ എന്റെ സമനില തെറ്റിയാലുണ്ടല്ലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റത്തില്ല. ആന്റി ശ്രദ്ധിച്ചോ? അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രക്ക് ദേഷ്യം വന്നു കേട്ടോ. നമ്മുടെ വർഷയുടെ മുമ്പിൽ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ചന്ദ്രയ്ക്ക് കമാന്നൊരു അക്ഷരം മിണ്ടാൻ പറ്റത്തില്ല. ഈ സമയത്ത് ദേഷ്യം വന്നിട്ട് നമ്മുടെ ചന്ദ്ര, എപ്പോഴും ഉണ്ടാക്കുന്നത് പോലെ ഇവിടെ ഉള്ളവർക്ക് മാത്രം ഉണ്ടാക്കിയാൽ മതി, ഒരുത്തരെയും ഞാൻ ഈ വീട്ടിൽ കയറാൻ സമ്മതിക്കത്തില്ല. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട്, ചന്ദ്ര എന്താ ചന്ദ്ര നീ കിടന്ന് തുള്ളുന്നത്? അപ്പൊ നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ? സച്ചി ആരോഗ്യം കൂട്ടിക്കൊണ്ട് വരുന്നു. ഓ, എന്റെ പൊന്നു ചന്ദ്ര, അവര് നല്ല വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരാ. സച്ചിയാണെ അവർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പം അവരെയും കൂട്ടി അവര് വീട്ടിലേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും വന്നോളാൻ പറഞ്ഞു. ഇത് വലിയ തെറ്റാണോ? ഓഹോ, അപ്പം വരണ്ടെന്ന് പറയാത്തത് എന്താ? അപ്പൊ നിങ്ങൾക്കും ഇതറിയാലേ? ഞാൻ എന്തിനാ വരണ്ടെന്ന് പറയേണ്ടത്? ഞാൻ വന്നോളാൻ പറഞ്ഞു. അതിനിപ്പോ എന്താ ചന്ദ്രേ?
അപ്പോഴത്തേക്ക് വർഷ പറഞ്ഞു ആന്റി അല്ലല്ലോ അങ്കിള്, അതുകൊണ്ടാ അങ്കിൾ അങ്ങനെ പറഞ്ഞത്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, ഓ നിങ്ങൾ എന്തിനാ അങ്ങനെ പറയാൻ പോയത്? ദേ രണ്ടുപേർക്ക് ഭക്ഷണം കൊടുക്കാൻ എന്തൊരു ചെലവാണെന്നറിയാമോ? അതൊന്നും അറിയത്തില്ലേ? അപ്പം ക്യാഷ് ആണല്ലേ നിന്റെ പ്രശ്നം? ഓ ദേ സച്ചി അല്ലേ അവരെ കൂട്ടിക്കൊണ്ട് വരുന്നത്, അത് നിന്റെ പ്രശ്നമല്ലേ? ക്യാഷ് പ്രശ്നം, സച്ചി കൂട്ടിക്കൊണ്ട് വരുന്ന പ്രശ്നം. എന്റെ പൊന്നു ചന്ദ്ര, ഈ വീട്ടിൽ നമ്മൾ മാത്രമേ കുറെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. വല്ലപ്പോഴും ഒക്കെ മറ്റുള്ളവർക്കും ഒക്കെ വെച്ച് വിളമ്പി കൊടുക്കണം, അപ്പോഴാണ് നമുക്ക് പുണ്യം കിട്ടുന്നത്. ഓ എന്നാ പിന്നെ നാട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് നിങ്ങൾ സദ്യ കൊടുക്ക്. പുന്നാരമോൻ എന്ത് ചെയ്യുന്നോ അതിനൊക്കെ കൂട്ടു നിന്നോണം. ദേ നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ അങ്ങോട്ട് ചെയ്യ, ഇവിടെ എന്റെ വാക്കിന് ഒരു വിലയും ഇല്ലല്ലോ, എനിക്കറിയാം. ദേ ഇതിനൊക്കെ കൂട്ടു നിൽക്കാൻ വേറെയും കുറെ ആൾക്കാരുണ്ടല്ലോ, ഒടുക്കെ എല്ലാവരും കൂടി അനുഭവിക്കും, നോക്കിക്കോ എന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങ് പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രോ ഇതൊക്കെ ഇനി എന്നാണോ നന്നാകാ എന്നിങ്ങനെ പതുക്കെ ഇങ്ങനെ പുറത്തു കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ രേവതി തലകുനിച്ചൊക്കെ നിൽക്കുകയാണ്, ഇതിനൊക്കെ എന്ത് മറുപടി പറയാനാ. അങ്ങനെ നമ്മുടെ രേവതി ഇങ്ങനെ കറിയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും വീഡിയോ ഒക്കെ ഇങ്ങനെ കൊണ്ടുവരാണ് കേട്ടോ നമ്മുടെ വർഷ. ഫോൺ എടുത്ത് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി ചേച്ചി ഇതെന്തിനു വീഡിയോ ഒക്കെ എടുക്കുന്നത്? ചുമ്മാ ഒരു രസം, രേവതി ചേച്ചിയുടെ പാചകം കാണാൻ നല്ല രസമുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി വന്നിട്ട് എന്താ നല്ല മണം, ഇന്ന് ഗസ്റ്റുകളൊക്കെ ഉണ്ടല്ലേ? ആന്റി എന്നോട് പറഞ്ഞു കേട്ടോ, ആന്റി പക്ഷെ നല്ല ചൂടില്ല. അപ്പൊ വർഷ ചോദിച്ചു ആണോ, എന്തായാലും എ സി ഇടാൻ പറയാം, എനിക്ക് നന്നായിട്ട് തണുത്തോളും. ആന്റിക്ക് പറ്റിയത് എ സി ആണ്. അപ്പൊ രേവതി ഒന്ന് ചിരിച്ചു കേട്ടോ. വർഷയ്ക്കാണെങ്കിൽ എന്തോ പോലെ ആയിപ്പോയി. എന്തെങ്കിലും ആട്ടെ എന്ന് പറഞ്ഞോട്ട് നമ്മുടെ വർഷം എന്തൊക്കെയോ അവിടെ ഇങ്ങനെ എടുത്ത് തിന്നുക. എന്നിട്ട് പറഞ്ഞു ഒരു സാധനം മേടിച്ചാലേ മറ്റൊന്ന് ഫ്രീ കൊടുക്കുന്ന ചില കടയിൽ ഓഫറൊക്കെ എഴുതി വെച്ചേക്കും, അതുപോലെ സച്ചിയുടെ കാറിൽ കയറിയാല് ഭക്ഷണവും ഫ്രീ ആണല്ലേ എന്ന് നമ്മുടെ രേവതിനെ ഒന്ന് ആക്കി പറഞ്ഞ സച്ചിനെ രേവതിനെ. അത് നമ്മുടെ രേവതിക്ക് മനസ്സിലായി കേട്ടോ. നമ്മുടെ ശ്രുതി പിന്നെയും പറഞ്ഞു അവനെ ആരെയും ഇപ്പൊ ട്രിപ്പ് വിളിക്കുന്നുണ്ടാകത്തില്ല, ആളുകളേക്ക് ആകർഷിക്കാൻ വേണ്ടിയ ഇങ്ങനെയുള്ള ഓഫറുകളൊക്കെ ഇടുന്നത്. ബുദ്ധി കൊള്ളാം ബുദ്ധി. അത് പിന്നെ ഞങ്ങളുടെ കാറിൽ കയറിയ ഭക്ഷണം കൊടുക്കുന്നൊന്നും ഓഫർ ഒന്നുമില്ല ശ്രുതി, ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ്, അതിന് ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് സദ്യ ഉണ്ടാക്കി കൊടുക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല എന്തിനാ രേവതി ദേഷ്യപ്പെടുന്നത്? ദേഷ്യപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഫുഡ് പെട്ടെന്ന് റെഡിയാക്ക, എനിക്ക് നല്ല വിശപ്പുണ്ട്. വിശക്കുന്നുണ്ടെങ്കിലേ വല്ലതും ഉണ്ടാക്കി കഴിക്കണം, അതല്ലേ ചെയ്യേണ്ടത്. അയ്യോ ഞാൻ മറന്നു, നിങ്ങൾ ഉണ്ടാക്കുന്നത് പട്ടിക്ക് പോലും കഴിക്കാൻ കൊള്ളത്തില്ലല്ലോ അല്ലെ. അയ്യോ സോറി എന്ന് നമ്മുടെ ഏതായാലും വർഷയുടെ മുമ്പിൽ ഇവരാരും പിടിച്ചു നിൽക്കത്തില്ല കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങ് പോയി. അപ്പോഴത്തേക്കും വർഷ പറഞ്ഞു ഗസ്റ്റ് മലേഷ്യയിലുള്ളവരാണെന്നല്ലേ പറഞ്ഞത്? ഓ ശ്രുതി ചേച്ചിയുടെ അച്ഛനെയും രണ്ടാമനമ്മയൊക്കെ അറിയുന്നവരായിരിക്കുമോ? അതറിയത്തില്ലല്ലോ. അല്ല ശ്രുതി ചേച്ചിയുടെ അച്ഛൻ വലിയ കോടീശ്വരനാണെന്നല്ലേ പറയുന്നത്? അപ്പൊ ഉറപ്പായിട്ടും മലേഷ്യക്കാർക്ക് അറിയായിരിക്കും. ഇനിയിപ്പം അറിഞ്ഞില്ലെങ്കിൽ തന്നെ അവരെ കുറിച്ച് അറിയുന്ന വേറെ ആൾക്കാരുണ്ടാവൂലോ. ചേച്ചി ഇതേ ദൈവമായിട്ട് നമ്മുടെ മുമ്പിൽ കൊണ്ട് തന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. ഇത് മിക്കവാറും എല്ലാ സത്യങ്ങളും നമുക്ക് മനസ്സിലാകും. കുറച്ചു കഴിയുമ്പോ എല്ലാത്തിനും നമുക്ക് ഉത്തരം കിട്ടും, എല്ലാ സത്യവും വെളിയിൽ വരും, വെയിറ്റ് ചെയ്യ് വർഷേ എന്ന് നമ്മുടെ രേവതിയും പറയാ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചിയുടെ കാറ് വന്ന് നിന്ന് കേട്ടോ. അങ്ങനെ സച്ചിയുടെ കാർ അവിടെ വന്നു നിന്നു. സച്ചിയുടെ കൂടെ ആ രണ്ടുപേരും ഉണ്ട് കേട്ടോ, ഭാര്യയും ഭർത്താവും ഉണ്ട്. അങ്ങനെ അവരകത്തേക്ക് കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് പോവാ. അങ്ങനെ രവീന്ദ്രന്റെ അടുത്ത് കൊണ്ടുവന്നു. അങ്ങനെ രവീന്ദ്രൻ അവിടെ ഉമ്മർത്ത് തന്നെ ഇരിപ്പുണ്ടായിരുന്നു. അങ്ങനെ രവീന്ദ്രനെ ഇങ്ങനെ പരിചയപ്പെടുത്തി കേട്ടോ. അപ്പോഴത്തേക്കാണ് നമ്മുടെ ചന്ദ്ര ഇറങ്ങി വന്നത്. അപ്പോഴത്തേക്കും ചോദിച്ചു അല്ല ഇതാണോ സച്ചിയുടെ അമ്മ എന്നാ സ്ത്രീ? അപ്പം രവീന്ദ്രൻ പറഞ്ഞ അതെ ഇതെന്റെ അമ്മയാണെന്ന് നമ്മുടെ സച്ചിയും ഇതെന്റെ ഭാര്യയാണെന്ന് രവീന്ദ്രനും പറഞ്ഞു. അപ്പോഴത്തേക്കും അവിടെ നിൽക്കുന്ന എല്ലാവരെയും കൂടെ പരിചയപ്പെടുത്താണ് കേട്ടോ നമ്മുടെ സച്ചി. എന്നിട്ട് രേവതിയെ ഇങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞു ഇവളെ പ്രത്യേകിച്ച് ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. ഓ വേണ്ട പരിചയപ്പെടുത്തണ്ട, രേവതിയെ കുറിച്ച് മാത്രമല്ലേ സച്ചിക്ക് പറയാനുള്ളൂ. അല്ല സച്ചി നിങ്ങൾ 3 മക്കളാണെന്നല്ലേ പറഞ്ഞല്ലോ, അപ്പൊ ഒരാളെ കണ്ടില്ലല്ലോ? അത് പിന്നെ അവനെ സിറ്റിയിൽ ഒരു പാത്രക്കട നടത്തുക, അവന് അവിടെയാ ഉള്ളത്. അപ്പോഴത്തേക്കും ചന്ദ്ര പാത്രക്കടയോ? എന്താ ഈ പറയുന്നത്? ചന്ദ്രമതിയുടെ കടയാത്, ചന്ദ്രമതിയുടെ ഷോറൂം. വലിയ ബിസിനസ്സുകാരനെ എന്റെ മോനെ, അല്ലാതെ പാത്രക്കടയൊന്നുമല്ല. അവിടെ TV, ഫ്രിഡ്ജ്, ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളൊക്കെയാ അവിടെ ഉള്ളത്. എന്നിട്ട് എന്താണ് നീ പറയുന്നതെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ വന്ന സ്ത്രീ പറഞ്ഞു രേവതി ഇത് കുറച്ച് ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് കൊടുത്തപ്പോഴത്തേക്ക് രവീന്ദ്രൻ ചോദിച്ചു ഇത് എന്തിനാ കൊണ്ടുവന്നത്? അത് പിന്നെ വീട്ടിൽ ആദ്യമായിട്ട് വരുമ്പോ വെറും കൈയോടെ എങ്ങനെയാ വരുന്നത്, അതുകൊണ്ടാണ് ഇതൊക്കെ കൊണ്ടുവന്ന്, ഇത് പിടിക്കുന്നു പറഞ്ഞുകൊണ്ട് അതങ്ങ് കൊടുക്കാണ് കേട്ടോ. ഏതായാലും അതിനുശേഷം നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു നിങ്ങൾ അവിടെ ഇരിക്കുക. അതെ സച്ചി നിങ്ങളെ കുറിച്ച് പറഞ്ഞായിരുന്നു, രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും എന്ന് പറഞ്ഞ് ഒരു ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒക്കെ നേരെയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ സച്ചിയുടെ കൂടെ വന്ന അയാള് പറഞ്ഞു അത് പിന്നെ ഒരു പരിചയം ഇല്ലാത്ത ഞങ്ങളെ നിങ്ങളുടെ മകൻ കൂട്ടിക്കൊണ്ട് വന്നു കേട്ടോ ഈ വീട്ടിലേക്ക്.
കുറെ യാത്ര ചെയ്തവരാ ഞങ്ങള്. പക്ഷെ ഇത് ഞങ്ങൾക്ക് ആദ്യത്തെ അനുഭവമാണ്. അത് പിന്നെ ഈ ലോകത്തിലുള്ള എല്ലാവരും നമ്മുടെ സ്വന്തക്കാരുടെ പരിചയമില്ലാത്തവരൊന്നും അല്ലല്ലോ. അങ്ങനെ ചിന്തിക്കുന്നവരാ ഞാനും എന്റെ മോനും ഒക്കെ. ഞങ്ങൾക്ക് അങ്ങനെ കണ്ടവരെന്നോ അല്ലെങ്കിൽ അപരിചിതരെന്നോ ഒന്നുമില്ല. അത് മനസ്സിലായി. നല്ല മനസ്സാ അവന്റെ. സച്ചിയുടെ കാറിൽ കയറിയാലേ ഒരു യാത്രക്കാരായിട്ടല്ല കാണുന്നത്. പ്രായമായ അച്ഛനമ്മമാരെ ഒരു മകനെ എങ്ങനെയാണോ കെയർ ചെയ്യുന്നത് അതുപോലെ ഞങ്ങളെ അവൻ കെയർ ചെയ്തത്. അത്രയ്ക്ക് നല്ലതായിട്ട് അവൻ ഞങ്ങളെ നോക്കിയത്. മക്കളാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങള് ദരിദ്രത തന്നെയാ. മക്കളെ ഒന്ന് തൊട്ടിട്ട് അവര് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇരുന്നിട്ട് എത്ര നാളായെന്നറിയാമോ. ഞങ്ങളുടെ കൈ പിടിച്ച് സച്ചി എല്ലായിടത്തും കൊണ്ടുപോയി, എല്ലാ സ്ഥലങ്ങളും കാണിച്ചു തന്നു. ഞങ്ങളുടെ മക്കള് ഞങ്ങള് അടുത്തുള്ളതുപോലെയാ. സത്യം പറഞ്ഞാൽ സച്ചി എന്റെ കൂടെ ഉള്ളപ്പം, ഞങ്ങളുടെ കൂടെ ഉള്ളപ്പം ഞങ്ങൾക്ക് ഫീൽ ചെയ്തതെന്ന് പറഞ്ഞ് സച്ചിനെ കുറിച്ച് ഇങ്ങനെ വാദോരാതെ സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രനും ഒരുപാട് സന്തോഷമാകുകയാണ്. അങ്ങനെ പറയാ, നിങ്ങൾ രണ്ടുപേരും ഭാഗ്യം ചെയ്തവരാണ്, ഇതുപോലൊരു മകനെ കിട്ടിയത് നിങ്ങൾ ഭാഗ്യം ചെയ്തിട്ട് തന്നെയാണ് എന്നൊക്കെ പറയാം. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ശരിയാ, അങ്ങനെ നോക്കിക്കഴിഞ്ഞാലേ ഞങ്ങള് ഭാഗ്യവാന്മാര് തന്നെയാ, നിങ്ങൾ വിഷമിക്കാതെ. കാലം അതല്ലേ, അങ്ങനെയൊക്കെയാണ്. എന്നെങ്കിലും തിരക്കൊക്കെ ഒഴിയുമ്പം അവര് നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കത്തില്ല, വരുന്നേ. ഈ സമയത്ത് രഹസ്യമായിട്ട് നമ്മുടെ രേവതി, സച്ചേട്ടാ സച്ചേട്ടാ ചോദിക്ക് പോയി ചോദിക്ക് എന്ന് പറയാം. അപ്പോഴത്തേക്ക് സച്ചി, എന്താ 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 അത് മിണ്ടാതിരിക്കും, ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി പറഞ്ഞു, അല്ല അങ്കിളും ആന്റിയും അങ്ങ് മലേഷ്യയിലാന്നല്ലേ പറഞ്ഞത്. അപ്പോഴത്തേക്ക് സച്ചി, ഓ ഇതാണ് അവള് ചോദിക്കാന്ന് ഓർത്തത്. അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ സച്ചി, എനിക്കിപ്പോഴാ മനസ്സിലായെന്ന്. അപ്പൊ പെട്ടെന്ന് നമ്മുടെ രവീന്ദ്രനും ചന്ദ്രയും കൂടെ, ആഹാ മലേഷ്യക്കാരാണല്ലേ. അപ്പൊ ചന്ദ്രൻ പറഞ്ഞു, അയ്യോ എനിക്ക് മനസ്സിലാകാതെ പോയല്ലോ, മലേഷ്യ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതാ. നിങ്ങൾ മലേഷ്യക്കാരാണല്ലേ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അല്ല അച്ഛൻ അമ്മയോട് പറഞ്ഞില്ലേ പാർലറട്ടിന്റെ നാട്ടുകാരാ ഇവരൊക്കെ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, വന്നതേ മുഖം വീർപ്പിച്ചിരിക്കുകയായിരുന്നില്ലേ എന്ന്. അപ്പോഴത്തേക്ക് ചന്ദ്രൻ പറഞ്ഞു, ഒന്ന് പോ എന്റെ പൊന്നു മനുഷ്യന്ന്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി മേളിൽ നിൽക്കുകയാണ് കേട്ടോ. മലേഷ്യയോ, ഞെട്ടിപ്പോയിട്ടോ. ഇവിടെയാണെങ്കിൽ നമ്മുടെ ചന്ദ്രൻ പറയുക, എന്റെ മൂത്ത മരുമകളെ അങ്ങ് മലേഷ്യയിലായിരുന്നു. അത് സച്ചി പറഞ്ഞിരുന്നു. അവളുടെ അച്ഛനാണെങ്കിലേ അവിടുത്തെ വലിയ ബിസിനസ്സുകാരനാ, കോടീശ്വരൻ. നിങ്ങൾക്കൊക്കെ അറിയുമായിരിക്കും. അപ്പൊ അയാൾ ചോദിച്ചു, അല്ല അദ്ദേഹം മലേഷ്യയില് എവിടെയാന്ന് ചോദിച്ചാല്, മലേഷ്യയില് തന്നെ. അതെ, ഞങ്ങളിപ്പോ മലേഷ്യയിലെ കോലാലംപൂരാ താമസം. അതുപോലെ അദ്ദേഹം എവിടെയാണെന്നാ ചോദിച്ചത്. അങ്ങനെ ചോദിച്ചാല് എവിടെയാ അല്ല രവിയേട്ടെ എവിടെയാന്നാ പറഞ്ഞത് അവള്. സ്ഥലം എനിക്ക് ഓർമ്മ വരുന്നില്ല. അവിടെ വലിയ രണ്ട് ബിൽഡിംഗ് ഇല്ലേ, എന്താ അതിന്റെ പേര്? അതിന്റെ പേര് മറന്നുപോയല്ലോ. അയ്യോ, എന്താ അതിന്റെ പേര്? അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി മേളിന്ന് ഇറങ്ങി വരാതെ ഇങ്ങനെ പതുങ്ങി നിൽക്കാണ് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ, ശ്രീകാന്തെ അന്ന് ശ്രുതി ചേച്ചി പറഞ്ഞത് അതിന്റെ പേര് എന്തെന്നായിരുന്നു? എന്നിട്ട് നമ്മുടെ ശ്രുതി ആ പേരങ്ങ് പറയാണ് കേട്ടോ. ആഹാ, അത് തന്നെ സ്ഥലം എന്ന് പറഞ്ഞിട്ട്, എന്റെ മരുമകളുടെ അച്ഛന്റെ വീട് അവിടെ തന്നെയാ. അത് ഞങ്ങൾക്ക് അറിയാലോ, അത് കോലാലംപൂരിൽ തന്നെയാ. ഓഹോ, അപ്പൊ നിങ്ങളും അവിടെ തന്നെയാണല്ലേ. അപ്പൊ ശ്രുതിയുടെ അച്ഛനെ ഇവർക്കും അറിയായിരിക്കും. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, ശ്രുതി ഏട്ടത്തി മലേഷ്യയിലായിരുന്നല്ലോ, അപ്പൊ ശ്രുതി ഏട്ടത്തിനെ അറിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ വിളിക്കാണ് കേട്ടോ. ശ്രുതി ആകെപ്പെട്ട് നിൽക്കുകയാണ്. മോളെ ശ്രുതി എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിനെ വിളിക്കുന്നു. ഏതായാലും ഈ ഒരു സീൻ കാണിച്ചിട്ടാണ് നമ്മുടെ വിശേഷം ഇന്ന് അവസാനിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം നമ്മുടെ ശ്രുതിനെ പിടികൂടുമെന്നൊക്കെ. അപ്പൊ എല്ലാവരും കാത്തിരിക്കട്ടെ. അടുത്ത വിശേഷവുമായിട്ട് കാണാൻ. ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ.